നമ്മളിനി നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ്. കാരണം പാലക്കാട് ഇത് നിശബ്ദ പ്രചാരണമാണ്. സ്ഥാനാർത്ഥികളെല്ലാം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കൊട്ടിക്കലാശത്തിനു ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളും. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും വിജയപ്രതീക്ഷയിലാണ്. നമുക്കിപ്പം PK സരീഷ് എഴുതുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. കൂടെ നമ്മുടെ സ്ഥാനാർത്ഥിയും ഉണ്ടെന്ന് മനസ്സിലാവുന്നു, ചോദിക്കാം. രാവിലെ തന്നെ C കൃഷ്ണകുമാർ പ്രചരണ ചൂടിലാണ്. ഇന്നലെ കൊട്ടിക്കലാശം അവസാനിച്ചതിന്റെ അതേ വാശിയിൽ, അതേ ആവേശത്തിൽ അദ്ദേഹം ഈ ആളുകളിലേക്ക്, വോട്ടർമാരിലേക്ക് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ ഓട്ടത്തിലാണ് യഥാർത്ഥത്തിൽ. കാരണം അവസാനമായി എല്ലാവരെയും ഒന്ന് കാണുക, വോട്ടുറപ്പിക്കുക, ആ ഒരു ലക്ഷ്യത്തിലൂടെയാണ്. കാരണം എല്ലാവരെയും ഒന്ന് അവസാനം കണ്ട് ആരെങ്കിലും കണ്ടില്ല എന്നുള്ളൊരു പരാതി പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാവരെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് വരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട് അവരുമായി സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെയാണ് നമ്മൾ കാണുന്നത്. വീടുകളിലെത്തി അദ്ദേഹത്തോടൊപ്പം മുഴുവൻ ആളുകളെയും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ അവസാന മണിക്കൂറാണ്, ഇനി അത്ര സമയം മാത്രമേ ഈ പോളിംഗ് ബൂത്തിലേക്ക് തന്നെയുള്ളൂ. മറ്റൊരു അഗ്രഹാരത്തിലാണ്, ഇവിടെ താരേക്കാട് ഗ്രാമത്തിലാണുള്ളത്. എന്തായാലും താരേക്കാട് എന്ന് പറയുന്ന അഗ്രഹാരത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം തന്നെ ചേരുകയാണ്. തിരക്കിട്ട ഓട്ടം, അവസാന വട്ടത്തെ വോട്ടുറപ്പിക്കാൻ, അവസാന വോട്ടും പെട്ടിലാക്കാനുള്ള തിരക്കാണല്ലേ? എല്ലാവരെയും ഒന്ന് കാണുക. ഏറ്റവും അവസാനമായി, അതായത് ഈ മേഖലയിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ മുഴുവൻ കാണുക. ഏതെങ്കിലും രീതിയിൽ വോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കാണുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം കാണുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ അവസാന സമയം ഈ സ്ഥാനാർത്ഥി ഈ താരേക്കാട് ഈ അഗ്രഹാര മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായി ഓരോ ആളുകളെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതാണ്. അതായത് വീടിനകത്തേക്ക് കയറി ആളുകളെ കണ്ട് സംസാരിച്ച് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് സംസാരിക്കാം. ഈ ഇന്നലെ കൊട്ടിക്കലാശത്തിന് വേണ്ടി എത്തിയ BJP നേതാക്കൾ ആരെങ്കിലും ഒക്കെ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജില്ലയിൽ തന്നെ തുടരുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ പോളിംഗിലേക്ക് പോയാൽ മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൃഷ്ണകുമാറിലേക്ക് പോകാം. കൃഷ്ണകുമാരുടെ ഇന്നലെ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം അതേ ആവേശത്തോടെയാണോ ഇന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്? അതിനേക്കാൾ ഇരട്ടി ആവേശത്തിലാണ്. കാരണം ഇന്നലത്തെ കൊട്ടിക്കലാശം തന്നെ കണ്ടുവല്ലോ. ഞങ്ങൾ 23-ാം തീയതിക്ക് മുമ്പുള്ള, അതിന് തൊട്ട് മുമ്പുള്ള ഒരു റിഹേഴ്സലായിരുന്നു ഇന്നലെ. 23-ാം തീയതി പാലക്കാട് ഇളകി മറിയുന്ന രീതിയിലുള്ള, പാലക്കാടിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം NDAക്ക് പാലക്കാട്ടിലെ വോട്ടർമാർ നൽകും. ഇന്ന് അവസാന മണിക്കൂറാണ്. അപ്പോൾ ഏതെങ്കിലും ഈ അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ആളുകളെ കാണുന്നതിനിടയിൽ മാത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും ഈ ആളുകൾക്ക് ശേഷം നമ്മളോട് സംസാരിക്കും എന്നാണ്. അവസാന മണിക്കൂറാണ്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒന്നും സംഭവിക്കില്ല. ഇത്തവണ ഞങ്ങൾ അത്തരം എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള പ്രവർത്തനമാണ്. ഒരു അട്ടിമറിയും കഴിഞ്ഞ തവണത്തെ ചതി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പഴുതുപോലും അടച്ചിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. നമസ്കാരം. സതീഷ്, അദ്ദേഹം അവസാന വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരെയും നേരിൽ കണ്ട്, ഇന്നുകൂടി കാണാൻ പറ്റുള്ളൂ, അപ്പോൾ എല്ലാവരെയും നേരിൽ കണ്ട് എല്ലാം പറഞ്ഞുറപ്പിച്ച് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും പാലക്കാട് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. BJPക്ക് ഒരു വലിയ പോരാട്ടം, ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ വേണമെങ്കിൽ പറയാം. BJPക്ക് ഇക്കുറി പാലക്കാട് പിടിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് BJP തുടക്കം മുതൽ തന്നെ ഗ്രൗണ്ട് വർക്കുകളുമായി ഒക്കെയുള്ള സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതാണ് നമ്മൾ കേട്ടത്.